ഹലോ മുത്തുമണികളെ, ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ പിന്നെ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഞാൻ പറയണത്. അതായത് നമ്മൾ പിന്നെ ലോക മുസ്ലിമുകൾ ഒരു തവണയെങ്കിലും ഒരു ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. സമ്പത്തുള്ളതനുസരിച്ചിട്ട് അവൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പണ്ട് പിന്നെ മരുന്നിനെങ്കിലും ആവുമല്ലോ എന്ന് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ എടുത്തുകൊണ്ട് വന്ന് മറ്റുള്ളവരുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്ന ഒരു സ്ത്രീ 10,000 ഉംറ ചെയ്ത് എന്ന് എവിടെയോ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്യുന്ന എങ്കിൽ ഇല്ലാത്ത സമ്പത്തുണ്ടാക്കി നമ്മൾ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ ഉള്ളിൽ അവന് നല്ല ബോധ്യമുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റാണ്, ഇത് ഞാൻ പാപമുക്തി നേടേണ്ടുന്ന ആവശ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനുണ്ടാക്കുന്ന സമ്പത്ത്, അല്ലെങ്കിൽ അവന് ഇല്ലാത്ത സമ്പത്ത് ഉണ്ടാക്കാൻ അവൻ കഷ്ടപ്പെട്ടിട്ട് ആ സമ്പത്ത് ഉപയോഗിച്ച് പോയി അവൻ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യും. അത് അവൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള പിന്നെ കുറ്റബോധമാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ഞാൻ എത്ര ഉംറ ചെയ്ത് എന്നുള്ളതല്ല പടച്ചറബിൻ്റെ മുമ്പിൽ ചോദ്യമായിട്ട് വരുന്നത്. നീ എത്ര ഉംറ ചെയ്ത്, നീ എത്ര ഹജ്ജ് ചെയ്ത് എന്ന് ചോദിച്ചിട്ടല്ല സിറാത്ത് പാലം കടക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത്. നീ ചെയ്ത ഉംറയോ അല്ലെങ്കിൽ നീ ചെയ്ത പിന്നെ ഈ വക കാര്യങ്ങളല്ല, നീ ചെയ്ത നന്മകളാണ്. നീ എത്ര പേരുടെ കുടുംബം തകർത്ത, അല്ലെങ്കിൽ നീ എത്ര പേരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നീ നടന്ന് എന്നുള്ളതൊക്കെ പടച്ച തമ്പുരാൻ അവനവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളറിഞ്ഞ് അതിന് പ്രതിഫലം നൽകുന്നതാണ് പടച്ച തമ്പുരാൻ. അപ്പം ഉള്ളിൽ കുറ്റബോധമുള്ളവൻ 10,000 ഉംറ ചെയ്യും. സമ്പത്തില്ലാത്തവൻ ഒരു ഉംറയെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണേ എന്ന് ദുആ ചെയ്താൽ അതും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ വലിയ വിലയുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സുഹൃത്തിനെ, നിരപരാധിയായ ഒരു സുഹൃത്തിനെ വേട്ടയാടുന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നും എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ കേഴാറുണ്ട്. ഒരു നിരപരാധിയായ എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട്, കേവല പണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നും എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ കാൽക്കൽ വീണ് ഞാൻ അപേക്ഷിക്കാറുണ്ട്.